ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന കേട്ടാൽ തോന്നും ഞാൻ എല്ലാ ദിവസവും വ്ളോഗൊക്കെ എടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ഞാൻ മറന്നുപോയി ഗൈസ്, ഇങ്ങനൊരു യൂട്യൂബ് ചാനലുണ്ടെന്നും അതിൻ്റെ അകത്ത് വല്ലതൊക്കെ ഇടണമെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഓക്കെ, അങ്ങനെ ഞാൻ നേരെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്ക് മുട്ട ഇരിപ്പുണ്ട്, പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത മുളപ്പിച്ച് പയറിരിപ്പുണ്ട്. ഇതൊന്നും കൂടാതെ അവിടെ വെറുതെ ഉണങ്ങി ചുക്കടിച്ച ഒരു തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ട്. അതിനെ എടുത്ത് അയ്യത്ത് കളയാണ്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ക്യാരറ്റ്സ്, പിന്നെ ബ്രിഞ്ചോൾ, ഇത് രണ്ടും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസാണ്. പിന്നെ വേണ്ട താഴത്തെ തട്ടിൽ നോക്കുമ്പം ഒരു ഉണങ്ങിയ പൂപ്പൽ പിടിച്ച ഒരു വെജിറ്റബിളായ കോളിഫ്ലവർ. ബേസിക്കലി അത് എങ്ങനെയത് ഇത്രയും ദിവസം ഞാൻ നെഗ്ലക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ അതെടുത്ത് കളഞ്ഞു. പിന്നെ തക്കാളി എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളാണ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളക്ഷൻ. നിങ്ങൾ വിചാരിക്കുക ഇത് പ്രോട്ടീൻ പൗഡറാണ്, പക്ഷേ അല്ല ഗൈസ്, അതിൻ്റെ അകത്ത് വേറൊരു സാധനമാണ്. അതെ, നമ്മുടെ അരി, നമ്മുടെ സാധാരണ മട്ടയരി. അപ്പം ഞാൻ മട്ടയരി മേടിക്കുമ്പോൾ ഇത് ഞാൻ ഒരു പുഴുക്ക് മട്ടയരിയാണ് മേടിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേവും. മറ്റേതൊക്കെ ആകുമ്പോഴത്തേക്ക് 4 അവർ കുക്കറിൻ്റെ അകത്ത് 10 വിസിലടിച്ചാലും ഈ സാധനം വേഗത്തില്ല. അപ്പം ഞാൻ ഇതേണ്ടേ ഇവിടെ കുറച്ച് മാത്രം അരി എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര തവിടെണ്ണയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ വഴവഴാന്ന് ഒട്ടിപ്പിടിക്കും. അപ്പം അത് ഞാൻ ഒരു സെക്കൻഡ് പാർട്ടിൽ ഞാൻ വേറൊരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിയെടുത്ത് ചെറിയൊരു കലത്തിലിട്ടിട്ട് ഇതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതിൻ്റെ ക്യാൻ പുറത്ത് വെച്ചേക്കുവാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല, അപ്പോൾ അത് പുറത്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ അരി വെച്ച് നന്നായിട്ട് വേവിക്കും. നന്നായിട്ട് തിളപ്പിക്കും. സെക്കൻഡ് പാർട്ട് ഇനി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ സ്വിഗ്ഗിയിൽ നിന്ന്, ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത പയർ ആണ്. ഇതെല്ലാം മുളപ്പിച്ചതാട്ടോ, മിക്സ്ഡായിട്ടും കിട്ടും, പിന്നെ സിംഗിൾ പച്ചപ്പയർ മാത്രം, പിന്നെ വലിയ പയർ മാത്രം കിട്ടും. ഇത് ഞാൻ എടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ആകെപ്പാടെ കുറച്ച് ആവശ്യമുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അതൊരു പയ്യാട്ടോ കഴുകുന്നത്. കാരണം അതിൻ്റെ ആ ഒരു വേവിച്ച് വന്ന ഭാഗം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പയ്യാണ് കഴുകുന്നത്. എന്നിട്ടും കുറേയൊക്കെ ഒടിഞ്ഞ് ഒരു കുഞ്ഞു കുക്കറിലോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. വെള്ളം ഒഴിച്ചു, പിന്നെ വേണ്ട ഉപ്പിടുന്നു. ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. സാധാരണ ഉപ്പിനേക്കാളും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽഡായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം വേണ്ട സെക്കൻഡ് അടുപ്പ് കത്തിച്ച് ഞാൻ കുക്കർ അതിൻ്റെ അകത്തോട്ട് വെച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ വിസിലടിച്ചു കേട്ടോ. കുറച്ച് നേരം വേവിക്കുമ്പോൾ തന്നെ അതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ടറ്റോസ് എടുത്ത്, ഇപ്പോൾ കൈ പോയേനെ. ഓക്കെ, പൊട്ടറ്റോസ് എടുത്ത് പീൽ ചെയ്തു. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും അല്ല അരിയുന്നത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ ബോർഡൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ അതിനകത്ത് വെച്ച് അരിയുന്നതേ ഉള്ളൂ. സാധാരണ ഞാൻ കൈ വെച്ചാണ് അരിയുന്നത്. പിന്നെ അത് കണക്ക് തന്നെ എത്ര പേര് ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. മെഴുക്ക് വരട്ടിക്കൊക്കെ അരിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ അരിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പയർ വേവിച്ചത് ആവിയൊക്കെ പോയിട്ട് ഞാൻ തുറന്നു നോക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്ന പയറൊക്കെ കാണാനും നല്ല കളർഫുള്ളായിരുന്നു, പച്ച ആൻഡ് മറ്റേത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന അരി തിളച്ചു. വാവ്, അത് ഞാൻ വാർത്ത് കളഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് പാർട്ട്. അത് ഞാൻ വീണ്ടും കുക്കറിലോട്ട് മാറ്റി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ വേവിക്കാൻ വയ്ക്കും. അപ്പോൾ അതങ്ങനെ തിളപ്പിച്ച് കളയുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഒട്ടലെല്ലാം ഉണ്ടാവില്ല ചോറിന്. ഇനി ഞാൻ പയറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും ഇവിടെ ചതച്ച് വയ്ക്കുകയാണ്. പിന്നെ കണ്ടോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഈ എണ്ണ ഒഴിക്കുമ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. എന്ത് മണ്ടിയാണ് ഞാൻ. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ റിയലൈസ് ചെയ്ത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചു. അതിനുശേഷം കടുകൊക്കെ ഇട്ട്, സാധാരണ കടുകിട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും.
എന്നിട്ട് അതിനകത്തോട്ട് എനിക്ക് തോന്നിയ കുറച്ച് പൊടികളൊക്കെ ഇടും, ബേസിക് പൊടികൾ. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പെപ്പർ പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതൊരു ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചേക്കുന്ന പയർ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഈ തേങ്ങ അരച്ച് വെക്കുന്ന തോരനല്ലാതെ ഇത് മെഴുക്ക് വരട്ടി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് വഴട്ടി നോക്കണം, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ സാധനം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ആ കറി സെറ്റായി. ഇനി ഞാൻ നെക്സ്റ്റ് പോകുന്നത് പൊട്ടറ്റോസിലോട്ടാണ്. പൊട്ടറ്റോസ് ഞാൻ ആദ്യം വിചാരിച്ചു സാധാരണ പോലെ വേവിച്ച് മെഴുക്ക് വരട്ടാന്ന്, പക്ഷേ പിന്നെ വിചാരിച്ചു ഒന്ന് വേവിച്ചിട്ട് മെഴുക്ക് വരട്ടാന്ന്. അപ്പോൾ അതാണ്ട് തീ കത്തിച്ചപ്പോഴത്തേക്ക് ആളിക്കത്തും എന്തോ കരടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ശരിയാക്കി കേട്ടോ, ഓഫ് ചെയ്തിട്ട്. പിന്നെ ഞാൻ എന്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി എടുത്തിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കാനായിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, പുളിമുളക് എന്ന് പറയും. ഇതിന് തക്കാളി ഇടും, ഇത് കുറച്ച് മാത്രം സവാള അരിഞ്ഞിടും, പിന്നെ ഉപ്പ്, അത് കണക്ക് തന്നെ വെളിച്ചെണ്ണ, കുറച്ച് വിനാഗിരി, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ചോറിന് പിന്നെ വേറൊരു കറിയും വേണ്ടി വരത്തില്ല. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ ഫുൾ ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയതാണോ അതോ എങ്ങനെയോ എനിക്കറിയില്ല, ഞാൻ എടുത്തതായിരുന്നു പക്ഷെ കാണുന്നില്ല. അതാട്ടെ ഞാൻ നേരത്തെ പൊട്ടറ്റോയ്ക്ക് വേണ്ടി വെച്ചിരുന്ന സവാള വഴച്ച് അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അത് കണക്ക് തന്നെ ചെറിയത് കുറച്ച് മാത്രം ഗരം മസാല. ഞാൻ ഈ മേടിച്ച ഗരം മസാല ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര കുത്തലാണ്, ഭയങ്കര മസാല ചേർത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് കണ്ടോ ഒരു പൊട്ടിക്ക് ഒരു തുള്ളിച്ച മാത്രം എടുത്ത് അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഈ മെഴുക്ക് വരട്ടി ഇതേപോലത്തുള്ള ഒരു നോൺ വെജ് ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്ന വേറൊരു സംഭവമാണിത്, പെരുംജീരകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരുംജീരകം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവർ. അപ്പം ഞാൻ അതും ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തതിന് ശേഷം പൊട്ടറ്റോസ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കാരണം ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെന്താണ് സംഭവം? ഓക്കെ, ഞാൻ ഇത് വെറുതെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് പോസിബിൾ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ സ്റ്റിൽ ഞാൻ മല്ലിപ്പൊടിയും ആഡ് ചെയ്തു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നല്ലോ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് ഞാൻ 2 മുട്ടയൊക്കെ പൊരിച്ചിരുന്നായിരുന്നു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ കിളി പാറി വിശന്നിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം സോർട്ട് ചെയ്ത് നല്ലൊരു ലഞ്ച് കഴിച്ച്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇനിയും ഇതുപോലെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വ്ളോഗ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പറയും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.